ലൈംഗിക ചൂഷണ ആരോപണങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തുവെങ്കിലും ഇപ്പോഴും വിവാദം പാർട്ടിയെ വേട്ടയാടുകയാണ്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നില്ല എന്നതാണ് CPM-ഉം അതുപോലെ തന്നെ BJP-യും ചോദിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനൊക്കെ മറുപടി നൽകുന്നുണ്ട്. ഇതുവരെ കേരളത്തിൽ ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത തരത്തിലുള്ള മാതൃകാപരമായ നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അതോടുകൂടി ഈ വിവാദം ഇവിടെ അവസാനിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രതിഷേധം ശക്തമായി ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട CPM-ഉം അതുപോലെ തന്നെ BJP-യും ഒക്കെ പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടുവരുന്നത്. അതിനിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ ഒരു പ്രതികരണമാണ് ശ്രദ്ധേയമാകുന്നത്. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ഒരു മുന്നറിയിപ്പ് എന്നോണം, ഭീഷണി എന്നോണം കൈ ചൂണ്ടിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറയുന്നുണ്ട്. CPM-നോടാണ് കൂടുതൽ കളിക്കേണ്ട, കൂടുതൽ കളിച്ചാൽ കേരളം ഞെട്ടുന്ന ചില വിവരങ്ങൾ പുറത്തുവിടും എന്നാണ്. അതെന്താണ് എന്നറിയില്ല, ആരെയാണ് ഉദ്ദേശിച്ചത് എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ BJP-ക്കും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാളയുമായി BJP പ്രവർത്തകർക്ക് നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തേണ്ടി വരും എന്ന തരത്തിൽ BJP-ക്കും അതുപോലെ തന്നെ CPM-നും മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തായാലും എന്താണ് ആ സ്ഫോടനാത്മകമായ വിവരങ്ങൾ, സതീശിന്റെ കയ്യിലുള്ള ബോംബ് എന്നാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രമോദ് സർ, എന്തായിരിക്കും സതീശിന്റെ കയ്യിലുള്ള ആ പൊട്ടാനിരിക്കുന്ന ബോംബ്? അതിൻ്റെ എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് നേരത്തെ പറയുമായിരുന്നല്ലോ. പക്ഷെ ഒരു കാര്യമുള്ളത്, അതിന് തൊട്ട് പിന്നാലെയാണ് ദിവ്യ ശ്രദ്ധിച്ചു കാണും, സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടത്. കോർ കമ്മിറ്റി അംഗം, BJP-യുടെ കോർ കമ്മിറ്റി അംഗത്തിന് കുറിച്ചുള്ള കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ തയ്യാറുണ്ടോ, നടപടിയെടുക്കാൻ തയ്യാറുണ്ടോ, ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്റ് വന്നത്. ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ അതിലേക്കുള്ള എന്തെങ്കിലും സൂചനയും ആയിരിക്കാം, നമുക്കറിയില്ല. എന്ത് വന്നാലും VD സതീശന് ഇപ്പോൾ അങ്ങനെ പറയാനുള്ള, അങ്ങനെ വെല്ലുവിളിക്കാനുള്ള ഒരു ധാർമ്മികമായ അവകാശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് BJP-യുടെ അടുത്തായാലും CPM-ൻ്റെ അടുത്തായാലും അങ്ങനെ ചെയ്യാനുള്ള ധാർമ്മികമായ ബലം ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ് എടുത്ത നടപടി അത്ര കണ്ട് ശ്ലാഘനീയമാണ് എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ കാണുകയും ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു പ്രശ്നം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. അല്ലാതെ വേറൊരു രാഷ്ട്രീയമായ ചോദ്യമല്ലല്ലോ. ഒരു വ്യക്തിയുടെ എന്താ പറയുക, ഒരു സ്വഭാവ വൈകല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള, എന്നാൽ നമ്മളെ ഏറ്റവും അധികം മാനിക്കേണ്ട സ്ത്രീകളുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട വിഷയവും രണ്ടും ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ആദർശപരമായൊരു നിലപാട് കൈക്കൊള്ളുക എന്നതാണ് അവരുടെ മുമ്പിലുണ്ടായിരുന്ന ചലഞ്ച്. അതിന് ഇദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ആവശ്യമുണ്ട്. ഒന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി, അത് ഇമ്മീഡിയറ്റ്ലി തന്നെ അത് ചെയ്യാൻ സാധിച്ചു. അത് പാർട്ടി കാര്യം ആവശ്യപ്പെട്ടു, രാഹുൽ അത് അനുസരിക്കേണ്ടി വന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ MLA സ്ഥാനമാണ്. MLA സ്ഥാനം ഒഴിയുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു കടുത്ത നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കോൺഗ്രസ് ആലോചിച്ചു. പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വന്നാൽ എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും അത്, എന്ത് പ്രത്യാഘാതമാണ് പിന്നീട് ഉണ്ടാക്കുക എന്ന തുടങ്ങിയ കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ഒരു സീറ്റിന് മാത്രം അവിടെ BJP ജയിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു സീറ്റ് അവിടെ BJP-ക്ക് ലഭിച്ചാൽ പോലും അത് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ പേരിലുള്ള പ്രശ്നമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും UDF-നെ സംബന്ധിച്ചിടത്തോളവും തുടർന്ന് അങ്ങോട്ടുള്ള, ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോലും അതുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അത് അവർ കാണേണ്ടതുണ്ട്. BJP-ക്ക് അതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോയാൽ അത് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും ഒരുപക്ഷെ എന്നുള്ള ചിന്ത അവർക്ക് വന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ എന്നാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഉറച്ച് മറ്റൊന്നും ചെയ്യാതിരിക്കുക എന്ന നിലപാടിലേക്ക് അവർ പോയില്ല. അതിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച നിലയിലുള്ളൊരു, പലരുടെയും വായടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കുള്ളിലില്ല. നിയമസഭയിൽ എന്ത് സ്റ്റാറ്റസ് ആയിരിക്കും രാഹുലിന് എന്നുള്ളത് തീർച്ചയായിട്ടും ഇനി ആ ദിവസങ്ങൾ അടുക്കുമ്പോൾ, സെപ്റ്റംബർ 15 നിയമസഭ ചേരുന്നു എന്നാണ് പറയുന്നത്. ആ ദിവസങ്ങൾ അടുക്കുമ്പോഴേക്കും നമുക്കത് വ്യക്തമാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, VD സതീശനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഇനി സംശയം ത്തോടുകൂടി ഒരു കാര്യം സംസാരിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ്. അവർ ഒരു പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് തിരിച്ചടിക്കുക എന്ന ഒരു നിലയിലേക്ക് അവർ നീങ്ങുന്നതിൽ തെറ്റ് പറയാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം CPM-നും BJP-ക്കും ഇക്കാര്യത്തിൽ മറുപടി പറയാനുണ്ട് എന്ന്
വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസിങ് ആക്ട് എന്ന നിലയിൽ മാത്രമല്ല കാണേണ്ടത്. ആരാണ് അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും മികച്ച നടപടി എടുക്കുന്നത് എന്നത് വിലയിരുത്താൻ ജനങ്ങൾക്കൊരു അവസരവും കൂടി ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്ന കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ടിങ്ങോട്ട് MLA-മാർ ഉൾപ്പെട്ട ആരോപണങ്ങൾ വരെ പലതും വന്നിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിഞ്ഞില്ല. പല കാര്യത്തിലും പാർട്ടി സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിൽ നിയമപരമായ നടപടിയോ അല്ലെങ്കിൽ അതിനകത്ത് ആരെങ്കിലും തന്നെ തൽക്കാലത്തേക്ക് ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് അത് നിസ്സാരമാക്കുന്ന വിധത്തിൽ അയാളെ തിരിച്ച് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ച പാർട്ടിയാണ് CPM എന്ന കാര്യത്തിൽ നമുക്കും അറിവുകൾ ധാരാളമുണ്ട്. അപ്പോൾ അതിൽ പിടിച്ച് കോൺഗ്രസിന് പല കാര്യങ്ങളും ഉന്നയിക്കാം. അതിന് പുറമെയാണ് ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊരു വെല്ലുവിളി, നിങ്ങൾ കാത്തിരുന്നോ, ഒരു വാർത്ത കൂടി വരാനുണ്ട്, ഞെട്ടിക്കുന്നൊരു വാർത്ത വരാനുണ്ട് എന്ന് VD സതീശൻ പറയുന്നത്. അത് പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയക്കാനില്ല, ഞങ്ങൾ ഞെട്ടാനും പോകുന്നില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നാണ് പറയുന്നതെങ്കിലും അത് അത്ര കണ്ട് എളുപ്പത്തിൽ CPM-ന് അത് നേരിടാൻ കഴിയുന്ന ഒരു വാർത്തയായിരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രത്യേകിച്ച് സതീശൻ്റെ ആ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ, അത് പ്രസൻറ്റ് ചെയ്ത രീതി കൊണ്ട് തന്നെ സതീശന് പിന്നീട് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം സ്വയം ചെന്ന് ചാടാൻ ഈ ഘട്ടത്തിൽ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള ഒരു ആരോപണം തന്നെയായിരിക്കാം വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതേസമയം BJP-യെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അദ്ദേഹത്തിൻ്റെ കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് അവർ നടത്തിയ ഈ കാളയെ ഇങ്ങോട്ടുള്ള മാർച്ച് അത് സംസ്ഥാന അധ്യക്ഷൻ്റെ വീട്ടിലേക്ക് നയിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതിൻ്റെ തുടക്കം നമ്മൾ കാണുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അത് ബാലൻസിങ് ചെയ്യുക എന്നുള്ളതിന് വലിയ കാര്യമൊന്നുമില്ല. എല്ലാ പാർട്ടികളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് വരുത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയായി എന്നല്ല. അതിപ്പോൾ അങ്ങനെ ഒരു 100 തവണ നമുക്ക് അങ്ങനെ തീരുമാനിച്ചാലും ഈ ഓരോ പ്രശ്നവും വലുതാണ്. ഓരോ പ്രശ്നവും വലുതായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. അല്ല ഇനി അടുത്ത തവണ വരുമ്പോൾ അവർക്കും സംഭവിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് ഇനി അത് കാണേണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്നൊരു നിലപാടിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഇത് ഓരോ വ്യക്തിക്കും ആ നിലയിലുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഓരോന്നും ആയിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇനി വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വന്നാൽ, അവർക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നു വന്നാൽ അവർ നേരിട്ടേ മതിയാവുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് അതിൽ എന്ത് നിലപാടെടുക്കുന്നു, എങ്ങനെയൊരു സമീപനമെടുക്കുന്നു എന്നതിൽ വളരെ ജനാധിപത്യത്തിന് ഏറ്റവും ഭൂഷണമായ ഒരു കാര്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ സാധിക്കുക. അത് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ വരെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണോ ഈ വന്നത്? ഇത്രത്തോളം എല്ലാവരും അംഗീകരിച്ചു. പക്ഷേ ഇതിൽ അംഗീകരിക്കാതെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ സമീപനങ്ങളെ ഇപ്പോഴും പരോക്ഷമായിട്ടെങ്കിലും പുറത്ത് അതിനെ തള്ളിപ്പറയാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കൾ അവർക്ക് പിന്നീടാണെങ്കിലും തിരുത്തേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അജിംസ്, ഒന്നുമില്ലാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അങ്ങനെ ഒരു ഭീഷണി അത് മാധ്യമങ്ങൾക്ക് മുൻപാകെ നടത്തില്ല. അപ്പോൾ എന്തൊക്കെയോ പുറത്തു വരാനുണ്ട്, പലരുടെയും മുഖങ്ങൾ അഴിഞ്ഞു വീഴാനുണ്ട് എന്ന് വേണമോ കാണാൻ? ഞാൻ ഇതിലൊരു അൺപോപ്പുലർ ഒപ്പീനിയനാണ് പറയാൻ പോകുന്നത്. ഇന്ന് സതീശൻ്റെ ആ പ്രതികരണം ഒട്ടും ഉചിതമായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ന്യായം, അതിനുള്ള ന്യായം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക, അതും കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഞങ്ങൾക്കെതിരെ നിങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കെതിരെ ഞാനും പറഞ്ഞു കളയാം 10 ഇത്ര ലഘുവായി കാണേണ്ട ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഒഫൻസ് ചെയ്തു, ഓക്കെ, ആ ഒഫൻസിന് പാർട്ടി നടപടി സ്വീകരിച്ചു, ശരി. ഇനി നിങ്ങളിലും ഒഫൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സമരം ചെയ്താൽ, എൻ്റെ MLA ഓഫീസിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തിയാൽ, കാളയും കൊണ്ട് മാർച്ച് നടത്തിയാൽ, നിങ്ങളൊരു കാളയെ എടുത്തു വെച്ചോ, നാളെ നിങ്ങൾക്കും കാളയെ വെച്ച് മാർച്ച് നടത്തേണ്ടി വരും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഓഫീസിലേക്ക് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ അവരർത്ഥാക്കുന്നത്? അത് വലിയ പ്രശ്നമാണ്. കാരണം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും പുരുഷന്മാരായ നേതാക്കൾ, അതിനെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സതീശൻ്റെ പ്രസ്താവന. അതായത് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു, ശരി, ഞങ്ങൾ നിങ്ങൾക്കെതിരെയും ഒരു ആരോപണം ഉന്നയിക്കാം എന്ന് പറയുന്നത് സതീശനെ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുക്കാറുള്ള അദ്ദേഹത്തിന് ഒട്ടും ചേർന്നൊരു പ്രയോഗമേ അല്ല. നിങ്ങൾക്കെതിരെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞാൽ സതീശൻ എന്താണ് ചെയ്യുന്നത്? സതീശൻ ആ വിവരം അറിയാം, അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ സതീശൻ പരാതി കൊടുക്കണം, അല്ലെങ്കിൽ സതീശനായ ഇരയെ കണ്ട് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കണം. അതാണ് രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിട്ടു, എന്നാൽ ഞാൻ കുറച്ച് ശബ്ദ സന്ദേശങ്ങൾ ഞാനും പുറത്തുവിടാം. അപ്പോൾ ഈ സ്ത്രീകൾ ആരാണ്? ഈ ഇരകളായ സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഇവരുടെ കാഴ്ചയിൽ എന്താണ്?
ഇവരുടെ രാഷ്ട്രീയ ഗെയിമിനുള്ള കരുക്കൾ മാത്രമായി മാറുകയാണ്. അതിൽ വലിയ പ്രശ്നമുണ്ട്. അതൊരു തെറ്റായ മാതൃക സൃഷ്ടിക്കുകയാണ് ഇത്തരം കേസുകളുടെ കാര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. സതീശൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെയല്ല വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് ഇപ്പോൾ BJP ഒരു നേതാവിന് എതിരെ ഒരു പരാതി ഉണ്ടെന്ന വിവരം സതീശൻ അറിയാം. സതീശൻ ഒരു ഓപ്പോസിഷൻ ലീഡറാണ്, ഒരു MLA ആണ്, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം എന്താ ശരിക്കും ചെയ്യേണ്ടത്? അതിനെ ഒരു ലീഗൽ പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് രാഷ്ട്രീയ നേതാവ്, ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ്, ഒരു സാധാരണ പൗരൻ ചെയ്യേണ്ടത് അങ്ങനെയാണ്. രാഷ്ട്രീയക്കാർ മാത്രമല്ല, നമുക്കൊരു വിവരം അറിയാമെങ്കിൽ നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഞങ്ങളുടെ നേതാവിനെ പെടുത്തി എന്നാൽ തിരിച്ച് നിങ്ങളും കരുതിയിരുന്നു എന്ന് പറയുന്നത് വളരെ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഓൾ ദ എപ്പിസോഡ് എനിക്ക് നമ്മൾ മൊത്തം മാധ്യമങ്ങളിലും എല്ലാവരും ഇങ്ങനെ ഇത് ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പർട്ടിക്കുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരാളൊരു കുറ്റം ചെയ്തു. ഇപ്പോൾ അജ്മൽ കസബ് ബോംബെ ഭീകരാക്രമണത്തിൽ എല്ലാവരും കണ്ടതാണ്. അയാളെല്ലാവരും ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടതാണ്. അയാളെ പോലീസ് പിടികൂടി. അയാളെ എന്തിനാണ് നമ്മൾ ജയിലിൽ പാർപ്പിച്ചത്? അയാളെ എന്തിനാണ് നമ്മൾ വിചാരണ ചെയ്ത് തൂക്കി കൊന്നത്? അപ്പം തന്നെ അങ്ങ് വെടിവെച്ചു കൊന്നൂടെ? അതായത് ഒരു നിയമം നീതി നടപ്പാക്കുന്നതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ പ്രൊസീജിയർ പാലിക്കുക എന്നുള്ളത്. കാരണം നീതി നടപ്പായി എന്ന് നിയമപരമായി തന്നെ സ്ഥാപിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ആ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുക്കുക. അയാൾ ഒഫൻസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. കാരണം പരസ്യമായിട്ട് ഒരാൾ പരാതി ഉന്നയിച്ചു, കോൾ ഔട്ട് ചെയ്തു. റിനി ആൻഡ് ജോർജ് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയാൾ അയച്ചിട്ടുണ്ട്. അയാൾ നിഷേധിച്ചിട്ടേ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു ഒഫൻസാണ്. ആ ഒഫൻസിൽ കോൺഗ്രസ് പാർട്ടി ഒരു നടപടി സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഈവൻസിൻ്റെ ക്രോണോളജി നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒഫൻസ് ചെയ്യുന്ന ഒരാളാണ് എന്ന വിവരം കോൺഗ്രസ് പാർട്ടിക്ക് നേരത്തെ അറിയാം. എന്നിട്ട് അവരെ നടപടി സ്വീകരിച്ചില്ല. ഈ റിനി ആൻഡ് ജോർജ് അത് തുറന്നു പറയാൻ തയ്യാറാവുന്നത് അവരുടെ വ്യക്തിപരമായ ഒരു ചോയ്സ് മാത്രവുമല്ല, അതിനുള്ളൊരു രാഷ്ട്രീയ പിൻബലം കൂടി അവർക്ക് ലഭിക്കുന്നതുകൊണ്ടാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എനിക്ക് പിന്തുടരുകയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അനുമതിയോടുകൂടി തന്നെയായിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയോട് കൂടി തന്നെയായിരിക്കണം അവരത് കോൾ ഔട്ട് ചെയ്തത്. അല്ലെങ്കിൽ അതിന് മുമ്പേ ചെയ്യാമായിരുന്നല്ലോ അവർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പറ്റിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് അവർ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു പിന്തുണ ആ ഇരയായ യുവതിക്ക് കൊടുക്കാനിടയായ കാരണം എന്താണ്? മറ്റു പല പരാതികൾ പാർട്ടിക്കകത്ത് വന്നിരിക്കുകയാണ്. പലരുടെയും പരാതി പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. അവർ നിസ്സഹായരായി. കാരണം ഇയാളൊരു ജനപ്രതിനിധിയാണ്, പാർട്ടി വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച ഒരാളാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നടപടി സ്വീകരിക്കാൻ പറ്റാത്തയും ആകെ ധർമ്മസങ്കടത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതും അത് തുറന്നു പറയുകയും ചെയ്യുന്നത്. ആ ഒരു തക്കത്തിൽ പാർട്ടി നടപടി സ്വീകരിക്കുന്നു. ഇനി MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടതെന്നുള്ളത് വേറെ ഒരു സാങ്കേതികമായ തർക്കമാണ്. അതിനപ്പുറം ഒരു FIR പോലും ഇയാൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ഇരകളാരും പരാതിപ്പെടാൻ തയ്യാറല്ല. ഈ ഇരകൾ പരാതിപ്പെടാൻ തയ്യാറാവത്തിനും പല കാരണങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയമായ താല്പര്യങ്ങൾ. തങ്ങളുടെ തന്നെ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെതിരെ കേസ് കൊടുത്ത് ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കേണ്ടതില്ല എന്ന് ചില പരാതിക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന ശബ്ദ സന്ദേശങ്ങൾ, അതിൽ ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ആ ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിനോടൊപ്പം തന്നെ ആ പരാതിക്കാരിൽ പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. അവരെന്തുകൊണ്ട് ഇതുവരെയും പരാതി കൊടുക്കുന്നില്ല? അല്ലെങ്കിൽ ഇരകൾക്ക് വേണ്ടി എന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നില്ല? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു ട്രാൻസ്ജെൻഡറായ യുവതി അവന്തിക. അപ്പോൾ അവന്തിക എന്താണ് പറയുന്നത്? അവന്തികയോട് ലൈംഗിക താല്പര്യത്തോടെ കുറേ കൂടി ഒഫൻസീവായിട്ട് എന്നെ റേപ്പ് ചെയ്യണം എന്നുള്ള ഇതോടുകൂടി അയാൾ സംസാരിച്ചു എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ല, അവരത് ഗൂഢാലോചനയുടെ പുറത്തു വന്ന് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കവരൊക്കെ പറഞ്ഞു. അതിൻ്റെ എക്സോർവൈൻ്റെ വിഷയം കൂടി. ആ വിഷയത്തെ, പർട്ടിക്കുലർ വിഷയത്തെ എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന പാർട്ടി വക്താക്കളെ ചർച്ച ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ട്രാൻസ്ജെൻഡറിനോട് പോലും ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോൾ ട്രാൻസ്ജെൻഡറിനോട് ഒരാളും എന്ത് ചെയ്യരുത്, ഒരു ട്രാൻസ്ജെൻഡർ ഒരു പുരുഷനെ സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മോറലിസ്റ്റ് വ്യാഖ്യാനമാണ് ഈ ടെലിവിഷൻ ചാനൽ നമ്മൾ കാണുന്നത്. ഈ ട്രാൻസ്ജെൻഡർ വർക്ക് ചെയ്യുന്ന പാർട്ടിയുടെ നേതാവ് തന്നെ ഒരു ചാനൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ട്രാൻസ്ജെൻഡറിനോട് പോലും എന്നാണ്. അപ്പോൾ അവരുടെ കണ്ണിൽ ട്രാൻസ്ജെൻഡർ എന്താണ്? ഇവരുടെ കണ്ണിൽ സ്ത്രീ എന്താണോ അത് തന്നെയാണ് ഇവരുടെ കണ്ണിൽ ട്രാൻസ്ജെൻഡറും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ യഥാർത്ഥത്തിലുള്ളൊരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളോട് ആ സമൂഹം ഏത് കാഴ്ചപ്പാടിലാണ് നോക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് സതീശൻ എന്ന് പറഞ്ഞത്. യെസ്, എന്തായാലും അജിൻസ് പറഞ്ഞത് ആരും ചിന്തിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സതീശൻ എന്താണ് ഉദ്ദേശിച്ചത് അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമോ എന്ന് നമുക്ക് നോക്കാം.